ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഭയം. എന്താണ് ഭയം എന്നത് ആദ്യം തന്നെ വിശദമാക്കാം. ഭയം എന്നത് മനുഷ്യൻ്റെ ഒരു പ്രാഥമികമായ വികാരമാണ്. ഈ വികാരം സ്വരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആത്മരക്ഷയ്ക്കായുള്ള ഈ വികാരം ശാരീരികവും മാനസികവുമായി ബാധിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും. ഭയങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്നാൽ, ഭയം നിങ്ങളെ പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഉള്ള ഒരു മാർഗമായി പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, തീയോടുള്ള ഭയം തീപ്പൊള്ളലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. മൃഗങ്ങളോടുള്ള ഭയം നിങ്ങൾ മൃഗങ്ങളുമായി നേരിട്ടൊരു ഫൈറ്റ് ഒഴിവാക്കാൻ സാഹചര്യം ശരീരത്തിൽ പല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. പറയുന്നത് പലതരത്തിലാണ്. ഒന്നാമത്തത്, ഹൃദയമിടിപ്പ് കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നത് വഴി കൂടുതൽ ഓക്സിജൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ കൂടുതൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ വേഗത, ക്ഷമത എന്നിവ നൽകുന്നു. രണ്ടാമത്തത്, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നതിനോടൊപ്പം നിങ്ങളുടെ ശ്വസന പ്രക്രിയയുടെ വേഗത കൂടുന്നു. മൂന്നാമത്തത്, പ്രധാനപ്പെട്ടതുമായ മാറ്റത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃക്കയുടെ മുകളിലുള്ള അഡ്രിനാലിൻ ഗ്രന്ഥിയിൽ നിന്നും നമ്മുടെ ശരീരത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോണായ അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നു. ഈ ഹോർമോൺ ശരീരത്തിൻ്റെ വേഗത കൂട്ടുന്നു. ഇത് സിന്തറ്റിക് വ്യവസ്ഥയെ ഉണർത്തുകയും ശരീരത്തിൻ്റെ വേഗത, തലച്ചോറിൻ്റെ വേഗത, ഹൃദയമിടിപ്പ് കൂട്ടൽ, ശ്വാസോച്ഛ്വാസം കൂട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. മുന്നേ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ്. ഇതുവഴി ശരീരത്തിൻ്റെ വേഗതയും ക്ഷമതയും കൂടുന്നു. ഇതിലൂടെ കൂടുതൽ എളുപ്പം നിങ്ങൾക്ക് ആ സാഹചര്യത്തെ നേരിടാനുള്ള ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് ഭയം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. ഭയം കൊണ്ടുള്ള ദോഷങ്ങൾ. ഭയം ശാരീരികമായും മാനസികമായും ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നു. ശാരീരികമായി ചെയ്യുന്ന ദോഷങ്ങൾ ഏതെല്ലാമെന്നാൽ, നിങ്ങളുടെ ആങ്സൈറ്റി, ഉത്കണ്ഠ വളരെയേറെ ഭയം കൂട്ടുന്നു. കൂടുതൽ നേരം അഡ്രിനാലിൻ ശരീരത്തിൽ നിൽക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പേശികളെയും നാഡീവ്യവസ്ഥയും അത് ബാധിക്കുന്ന ഒന്നാണ്. ഭയം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് ശരിയായി ചിന്തിക്കാനുള്ള സമയം ഈ സാഹചര്യത്തിൽ ലഭിക്കുന്നതല്ല. അത് ഒരുപാട് പേടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അസ്വസ്ഥമായ മനസ്സിൽ നിന്നും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നില്ല. മാനസികമായി ബാധിക്കുന്നതും സാമൂഹികമായി ബാധിക്കുന്നതുമായ ഒരുപാട് കുഴപ്പങ്ങൾ ഭയത്തിനുണ്ട്. മാനസികമായി ബാധിക്കുന്ന കുഴപ്പമാണ് നിങ്ങളുടെ മാനസികമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ടെൻഷൻ അനുഭവപ്പെടുകയും പല കാര്യങ്ങളും നേരിടാനുള്ള നിങ്ങളുടെ ആത്മധൈര്യം, ആത്മവിശ്വാസം എന്നിവ ഭയം ഇല്ലാതാക്കുന്നു. ഭയമുള്ളത് കൊണ്ട് തന്നെ സാമൂഹികമായി ഉണ്ടാകുന്ന പല കുഴപ്പങ്ങൾ എന്നാൽ, സമൂഹവുമായി ഇടപെടാനുള്ള ഭയം അഥവാ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ പോലുള്ള ഭയവും, നിങ്ങളുടെ കംഫർട്ട് സോണിൽ അഥവാ നിങ്ങളുടെ മാത്രമായ ഒരു സോണിൽ നിങ്ങൾ ഒതുങ്ങിപ്പോകാനും ഭയം കാരണമാകുന്നു. ഭയം അകറ്റേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എല്ലാ ഭയങ്ങളും നമുക്ക് പൂർണ്ണമായി അകറ്റാനുള്ള വഴികളില്ല. ഈ വീഡിയോയിൽ പറയുന്ന 5 ടിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാരണം ഏകദേശം 90% ചെയ്യേണ്ട ആദ്യത്തെ ടിപ്പ് എന്താണ്? ഭയത്തിൻ്റെ കാരണം എന്നത് കണ്ടുപിടിക്കലാണ്. ഭയത്തിന് പലതരം കാരണങ്ങൾ ഉണ്ടാവാം തുടങ്ങിയവയാണ്. ഭയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നത് പ്രേതം, ഭൂതം പോലുള്ള നൈറ്റ്മെയറുകളെയാണ്. ഇവ സിനിമയിൽ നിന്നും മറ്റ് കഥകളിൽ നിന്നും നാടകങ്ങളിൽ നിന്നും മറ്റ് സാഹചര്യങ്ങളിൽ നിന്നും മുത്തശ്ശി കഥകളിൽ നിന്നും കേട്ടറിഞ്ഞതായിരിക്കും. രാത്രിയിലുള്ള ഭയം, രാത്രിയിൽ പുറത്തിറങ്ങാനുള്ള ഭയം തുടങ്ങിയവയ്ക്ക് കാരണം ഇതാണ്. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് സമൂഹത്തിനോടുള്ള ഭയമാണ്, അഥവാ സോഷ്യൽ ആങ്സൈറ്റി. സമൂഹം നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചിന്താഗതി. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സമൂഹത്തിൽ എല്ലാവർക്കും അവരുടേതായ ജോലികളുണ്ട്, തിരക്കുകളുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങൾ മാത്രമോ നിങ്ങളുടെ കുടുംബക്കാരോ മറ്റുള്ളവരോ ആയിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ 100% പെർഫെക്റ്റ് ആകുക. അതുവഴി സാമൂഹികമായിട്ടുള്ള ഭയം ഒഴിവാക്കാം. മൂന്നാമത്തെ ഭയം എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ അഥവാ സഭാകമ്പം എന്ന് പറയുന്നതാണ്. പലർക്കും ഉള്ള ഒരു ഭയമാണ്. അതായത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജിൽ
കയറി സംസാരിക്കാനുള്ള ഭയം. പലപ്പോഴും ഇൻട്രോവേർട്ടുകൾക്കാണ് ഈ ഭയം കാണാറ്. എക്സ്ട്രോവേർട്ടുകളിലും ഈ ഭയം കാണാറുണ്ട്. ഇൻട്രോവേർട്ടുകൾ അന്തർമുഖരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ജോലിക്കാര്യം വരുമ്പോൾ ഇൻട്രോവേർട്ടുകൾ ഈ സോഷ്യൽ ആങ്സൈറ്റിയും ഈ സ്റ്റേജ് ഫിയറും ഒക്കെ മറക്കുന്നു. എന്നാൽ എക്സ്ട്രോവേർട്ട് ആളുകൾക്ക് ഈ ഭയം എപ്പോഴും ഉണ്ടാവും. ഈ ഭയം അകറ്റുന്നത് നിങ്ങൾ കൂടുതൽ സ്റ്റേജുകളിൽ കയറുകയും കൂടുതൽ ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ഒരു ഭയത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതുമായി പൊരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഭയം അകറ്റാനായി നിങ്ങൾ രണ്ടാമത് ചെയ്യാൻ സാധിക്കും. കാണുന്ന പോലുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, നിങ്ങൾ യോഗ പോലുള്ള നിങ്ങൾക്ക് ഓരോ പ്ലേസുകളുമായി നിങ്ങൾക്ക് ഫ്രീ ടൈം കുറയും. ഈ ചിത്രത്തിൽ കൂടുതൽ മോട്ടിവേറ്ററിന്റെ മോട്ടിവേഷൻ കേൾക്കുന്നതിലൂടെ ഇത്തരം ഭയം അകറ്റാൻ സാധിക്കും. മാനസികമായ ഒരു ഊർജം ഇത്തരം ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നു. ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ ശരീരത്തിന് കൂടുതൽ വഴക്കം ലഭിക്കുകയും കൂടുതൽ മാനസികമായ ബലം ലഭിക്കുകയും ചെയ്യുന്നു. ഇതുവഴി നിങ്ങൾക്ക് ഭയത്തെ ഇതാക്കാനുള്ള മാനസിക ധൈര്യം ഇത്തരം പ്രവൃത്തികൾ നൽകുന്നു. മൂന്നാമതായി നിങ്ങൾക്കുള്ള ടിപ്പാണ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ടുകളെ അഥവാ നെഗറ്റീവ് ചിന്തകളെ, അതായത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, നമുക്കിതൊക്കെ പേടിയാണ് എന്നുള്ള ചിന്തകളാണ് ഏറ്റവും വലിയ കാരണം പേടിക്ക്. ഇത്തരം കാരണങ്ങളെ അകറ്റാനായി നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. പോസിറ്റീവ് കൊണ്ട് നിറച്ച ഒരിടത്ത് നെഗറ്റീവിന് യാതൊരു സ്ഥാനവും ലഭിക്കുന്നതല്ല. പോസിറ്റീവായ ചിന്തകളാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ഊർജം നൽകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടൈമാണ്. ഈ ഷോർട്ട് ടൈമിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ ആർജവം. ആ ആർജവം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഭയത്തെ അകറ്റേണ്ടതാണ്. പലതരം എക്സസൈസിലൂടെയും പിന്നെ ഭയത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിലൂടെയും നിങ്ങൾക്കത് അകറ്റാൻ സാധിക്കും. ഭയം അകറ്റാൻ ഇരുട്ടിന് ഭയമുള്ളവരോട് മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കാണാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ആ സ്റ്റെപ്പ് നോക്കൂ. അടുത്ത സ്റ്റെപ്പ് ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഭയം അകറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓരോ മുന്നോട്ട് പോകുന്ന മറ്റുള്ളവരിൽ നിന്നോട് ഇതിലെടുക്കുന്നു. ആ മാർഗങ്ങൾ സാഹചര്യം കഴിയുന്നത് നിങ്ങൾ സപ്പോർട്ട് നിങ്ങളെ വിട്ടുപോകുന്നത്. പലതരം മോട്ടിവേഷൻ ക്ലാസ്, ചെറിയ മോട്ടിവേഷൻ മുന്നോട്ട് വെച്ച് നോക്കും നമ്മുടെ. എന്നിട്ട് ഭയമുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ തരത്തിലുള്ള ഭയം അകറ്റാൻ അവർ കൗൺസിലേഴ്സിന് സാധിക്കും. പലതരം ഭയങ്ങളും മാറ്റേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഭയം വളരെ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നത് ബുദ്ധിപരവും യുക്തിപരവുമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം. ഭയത്തെ അകറ്റാനായി മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാൽ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച് ആ ഭയത്തെ അകറ്റാനുള്ള പലതരം മാർഗങ്ങളെ ഉപയോഗിക്കാം. സമൂഹത്തിനോടുള്ള ഭയം അകറ്റാൻ സാമൂഹികമായി കൂടുതൽ ഇടപെടാനും സ്റ്റേജുകളോടുള്ള ഭയം അകറ്റാൻ സ്റ്റേജുകളോട് കൂടുതൽ ഇടപെടാൻ സാധിക്കും. കൗൺസിലറും പിന്നെ മറ്റ് മെഡിറ്റേഷൻ ക്ലാസ്സുകൾ, യോഗ, ജിമ്മ് പോലുള്ള കാര്യങ്ങളും കൂടുതൽ സമൂഹമായി ഇടപെടുന്ന കാര്യങ്ങളും സാമൂഹിക ഭയങ്ങൾ അകറ്റാൻ സാധിക്കും. രാത്രിയിൽ ഇറങ്ങി കുറച്ച് നടക്കുന്നതും ഒരാളെ ഒപ്പരം കൂട്ടി നടക്കുന്നതും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാത്രിയിലുള്ള ഭയം ഒഴിവാക്കാൻ സാധിക്കും. പ്രേതം എന്ന് പറയുന്ന ചിന്ത സിനിമകളിൽ മാത്രവും നാടകങ്ങളിൽ മാത്രവും ഉള്ളതാണ്. നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾ മനസ്സിൽ നിന്ന് അകറ്റുന്നതിലൂടെ പ്രേതത്തോട്ടുള്ള ഭയവും മറ്റ് ഭയവും ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഇതുപോലുള്ള നൈറ്റ് മെയർസിനോട് ഭയമുണ്ടാവും. ഇതിൽ നാണിക്കേണ്ടതോ ലജ്ജിക്കേണ്ടതോ ആയ ഒരു കാര്യവുമില്ല. എത്ര ആളുകൾ ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലും ഭയമുണ്ടാകും. ഭയം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാകേണ്ട ഒരു വികാരമാണ്. കാരണം ഭയം നിങ്ങൾക്ക് ഒരു ശക്തി നൽകുന്നു, മുന്നോട്ടുള്ള യാത്രക്കുള്ള ഒരു പ്രേരണയും പ്രചോദനവും നൽകുന്നു. ഇത്തരം കാര്യങ്ങൾ ഭയത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭയം അകറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എപ്പോഴും അവബോധരായിരിക്കണം. നിങ്ങളുടെ മുന്നോട്ടുള്ള ജേണി വളരെ പതിയെയും വളരെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഭയം അകറ്റാൻ സാധിക്കും. നിങ്ങൾക്ക്
ഉദ്ദേശിക്കുന്ന അത്രയും സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ഭയത്തിൻ്റെ കാരണം കണ്ടെത്തുകയും ആ കാരണം എന്താണ് ആ കാരണത്തിനോട് എങ്ങനെ അടുക്കാം, ആ കാരണത്തെ എങ്ങനെ ഇല്ലാതാക്കാം തുടങ്ങിയവ നിങ്ങൾക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. പല ടെക്നിക്കുകളും പല റിലാക്സേഷനിലൂടെയും നിങ്ങൾക്ക് ഭയത്തെ അകറ്റാം. ഇത്രയും സമയം ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. ബൈ.